എന്താടോ? സാർ, എനിക്ക് പോലീസ് സംരക്ഷണം തരണം. ആരുടെ പിടിയുന്നാ നിന്നെ രക്ഷിക്കേണ്ടത്? ആ കവലയുള്ള പെണ്ണുങ്ങൾ എന്നെ കണ്ടാ കൊന്നുകളെ സാർ. വാട്ട് ഇസ് ദ സീസൺ? കാരണം എന്റെ ഒരു അമ്മ മരിക്കാനായിട്ട് അന്ത്യശ്വാസം വലിച്ചോണ്ടിരിക്കുക. മരിക്കാൻ നേരത്ത് അന്ത്യശ്വാസമല്ലാതെ പിന്നെ ചൂള പഠിക്കോടോ? ഒന്ന് വേഗം പറഞ്ഞു വിളിക്കടോ. അമ്മാവനെ കാണുവാനുള്ള വെപ്രാളത്തിൽ ഞാനൊരു പെണ്ണിന്റെ ചന്തിക്കൊണ്ട് സൈക്കിൾ എടുത്തു. എന്താ പാടോ ഇത്? പതിവ് പരിപാടി. എടോ, ഇതൊക്കെ പണ്ട്. മേലാൽ കൈക്കൂലിയുമായിട്ട് ഈ പടി ചവിട്ടിയാൽ ഇടിച്ച് നിന്നെ സൂപ്പാക്കിക്കളെ റാസ്കൽ. രാമൻകുട്ടി, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. താങ്ക് യു സാർ. ആ രാമൻകുട്ടി, എനിക്ക് നിങ്ങളോടൊരു പേഴ്സണൽ മാറ്റർ സംസാരിക്കാനുണ്ട്. വരും. സാർ ഇനി വന്നേ. സാറിന് എന്ത് സംരക്ഷണം വേണേലും ഈ ഞാൻ തരാം. ആ പെണ്ണിനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തുന്നത് ശരിയല്ല രാമൻകുട്ടി. അമ്മയും ശ്യാമളയും വരുന്നത് വരെ രാമൻകുട്ടിയുടെ വീട്ടിൽ അവൾ നിന്നോട്ടെ. സാറ് പറയുന്ന കേട്ടിട്ട് എനിക്കൊരു സംശയം. എന്താ? സാറി പത്രം നോക്കിയാട്ടെ. ഇവളാ രാമൻകുട്ടി? സാർ അതൊന്ന് വായിക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന തുളസി എന്ന യുവതിയെ സൂക്ഷിക്കുക. എന്റെ ബംഗ്ലാവിൽ നിന്നും വലിയൊരു സംഖ്യയും ആഭരണങ്ങളും അപഹരിച്ചുകൊണ്ട് ഇവൾ കടന്നു കളഞ്ഞിരിക്കുന്നു. കണ്ടുകിട്ടുന്നവർ പോലീസിലോ എന്റെ ഓഫീസിലോ വിവരം അറിയിക്കുക. ദിവാകരം മുതലാളി. തുളസി എന്നോട് അവൾ അപ്പ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണല്ലോ. സരോജിനി, എന്റെ അമ്മയും പെങ്ങളും വരാൻ 2 ദിവസം കൂടി കഴിയും. അതുവരെ നീ രാമൻകുട്ടിയുടെ വീട്ടിൽ താമസിക്കും. എന്താ രാമൻകുട്ടി? എടോ, തന്റെ വീട്ടിൽ താമസിച്ചോട്ടെ. നീ ജീവിക്കണം. ഇറങ്ങ. എന്നെ എന്തിനാ ഈ വീട്ടിൽ കൊണ്ടുവന്നത്? അതൊക്കെ അകത്ത് പോയി പറയാം. നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? നീയല്ലേ എല്ലാവരെയും വഞ്ചിച്ചത്? ഞാൻ വരില്ല. നിൽക്ക്. നിന്റെ സാമർഥ്യം ഒന്നും പോലീസിനോട് വേണ്ട. നിന്ന് ടിയർ ഗ്യാസ് ഒഴുക്കാതെ അകത്തോട്ട് നടന്നോ. ഇവളെ കണ്ടു കിട്ടിയ മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ എന്റെ അഭിമാനം രക്ഷിച്ചു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. നിങ്ങളുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് മറ്റു നടപടികളാകാമെന്ന് കരുതിയാണ് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. തട്ടിക്കൊണ്ടുപോയ ആഭരണങ്ങളും പണവും എന്ത് ചെയ്തു എന്ന് അറിയണമെങ്കിൽ ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ആഭരണവും പണവും തട്ടിക്കൊണ്ടുപോയെന്നോ? ഞാനോ? ഇൻസ്പെക്ടർ സർ, ഈ മനുഷ്യൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല. നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്റെ മുമ്പിൽ ആൾമാറാട്ടം നടത്താൻ ധൈര്യപ്പെട്ടവല്ലേ നീ? ബാലേന്ദ്രൻ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും ഇവൾ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്നെ ചങ്ങല കിട്ടാനും ഞാൻ ഈ വീട്ടിൽ കഴിയില്ല. ഇവള് സാറിന്റെ ആരാ? അനന്തരവളാ. എടി നന്ദി കെട്ടവളെ, തന്തയും തള്ളയില്ലാത്ത നിന്നെ വളർത്തിയതിനും പഠിപ്പിച്ചതിനും നീ എന്നോട് തന്നെ ചെയ്യണം. തുളസി, ഒരു പ്രായമായ പെൺകുട്ടിയെ കാണാതായാൽ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന മനോവേദന എന്താണെന്ന് നീ മനസ്സിലാക്കണം. എനിക്കിപ്പോ മനസ്സിലായത് മറ്റൊന്നാണ്. എന്താണ്? നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അമ്മാവനെ പ്രീതിപ്പെടുത്താനല്ലേ? പണം കിട്ടുന്നിടത്ത് പോലീസുകാർക്ക് ഹൃദയമില്ലാതാവുമല്ലോ. തുളസി, ക്ഷമിക്കണം മിസ്റ്റർ ബാലേന്ദ്രൻ. ഇവൾക്ക് വിവരമില്ലെന്ന് വീട് വിട്ടു പോയപ്പോ തന്നെ മനസ്സിലായല്ലോ. ഇവളൊരു അഹങ്കാരിയാണ് സർ. നിനക്ക് മാനം വേണമെങ്കിലും മുറിക്കാത്ത പിടിച്ചോണ്ട് പോടാ. സർ, ഞങ്ങൾ ഈ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് സാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് തരണം. ഞാൻ എന്ത് വേണോ ചെയ്യാം. എന്റെ പെങ്ങൾക്കുണ്ടായത് ഇതുപോലൊരു ജന്തുവായി പോയല്ലോ. വരും മിസ്റ്റർ ബാലേന്ദ്രൻ കേൾക്കണം. ഇവളുടെ തന്ത കൃഷ്ണൻ തമ്പി തികഞ്ഞൊരാഭാസം. അതുകൊണ്ടല്ലേ കൃഷ്ണൻ തമ്പിക്ക് ആയുസെത്താതെ ജാകേണ്ടി വന്നത്. നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ വാച്ചർ വേലായത്തിന്റെ മകളെ കൃഷ്ണൻ തമ്പി കീപ്പായി വെച്ചു. ഐ സി. അവൾക്കാണെങ്കിലോ കൃഷ്ണൻ തമ്പിയെ പോലെ മറ്റ് പലരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. സാറേ, ടൈഗർ രാമു അന്ന് പട്ടാളത്തിലായിരുന്നതുകൊണ്ട് അവൾ ഈ നാട്ടിൽ ശരിക്കും കൊയ്തു. പക്ഷേ കൊയ്ത് അവസാനം കൃഷ്ണൻ തമ്പിയുടെ തലയും കൊയ്തു. ആ തന്തയുടെ ഗുണം കുറച്ചെങ്കിലും ഇവള് കാണിക്കാതിരിക്കുവോ? ഏതായാലും ആ പെൺകുച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല വഴിക്ക് കൊണ്ടുവരാൻ നോക്കണം. എല്ലാം മറന്ന് എന്റെ മകനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കാൻ വരെ ഞാൻ തയ്യാറാണ് മിസ് ബാലേന്ദ്രൻ. വളരെ നല്ലത്. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല, ഓരോ ചായ. നോ താങ്ക്സ്. വേണ്ട.
നിനക്ക് എപ്പോഴാ മോനെ ഡ്യൂട്ടിക്ക് പോകേണ്ടത്? ഉടനെ പോകണമേ. ഈ ലെറ്ററുകളൊന്ന് വായിച്ചു നോക്കിക്കോട്ടെ. നാളെ നിന്റെ ജന്മനക്ഷത്രമാണ്. ഇവിടെ അടുത്തെങ്ങും അമ്പലങ്ങളില്ലേ മോനെ? ഒരു ദേവീക്ഷേത്രം ഉണ്ടമ്മേ. എന്നാലേ നാളെ ഒരു പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം. അമ്മേ, അമ്മാവന്റെ കത്തുണ്ട്. ഓ, എന്താ മോനെ എഴുതിയിരിക്കുന്നത്? ശ്യാമളയുടെ കല്യാണക്കാര്യമാ. ശ്യാമളെ, ശ്യാമളെ, എന്താ ഏട്ടാ? വാ, ഇരിക്ക്. മോളെ, പരീക്ഷ നടക്കുമ്പോ നിന്നെ കാണാൻ പ്രത്യേകിച്ച് ആരെങ്കിലും വന്നിരുന്നോ? വന്നിരുന്നു. ഒന്ന് രണ്ട് പൂവാലന്മാര്. പൂവാലന്മാര്? ആ കൂട്ടത്തിൽ ചുരുണ്ട മുടിയുള്ള ഒരു വെളുത്ത ചെറുപ്പക്കാരനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവനാണ് കൂടുതൽ കമന്റ് അടിച്ചത്. ഞാൻ ശരിക്കും വാരി വിട്ടു. ആ, എന്നാൽ കല്യാണം കഴിയുമ്പോ അവൻ നിന്നെയും വാരിക്കൊള്ളും. കല്യാണം കഴിയുമ്പോഴോ? ചേട്ടൻ എന്താ ഈ പറയുന്നേ? എടി കൊച്ചു കള്ളി, അത് കോട്ടയം ഡിവൈഎസ്പിയുടെ മകനും കൂട്ടുകാരനുമാ. നിന്നെ പെണ്ണ് കാണാൻ വന്നതാ. എന്റെ ഭഗവാനെ, ഇവരുടെ വായാടിത്തരത്തിന് ആ കൊച്ചൻ എന്ത് വിചാരിച്ചിരിക്കും? അമ്മ വിഷമിക്കാതെ. ഈ എഴുത്ത് അമ്മാവനെ കൊണ്ട് അവനെ എഴുതിച്ചതാ. റിസൾട്ട് വന്നാൽ ഉടനെ കല്യാണം നടത്തണം. ഇൻസ്പെക്ടർ ബാലേന്ദ്രൻ ഹിയർ. എന്താണ് ആൺകുട്ടി? ചെക്ക് പോസ്റ്റ് തകർത്തുന്നോ? ജീപ്പ് അയക്കൂ, ഞാൻ ഉടനെ വന്നേക്കാം. മേപ്പടി രേഖകൾ മൂലവും ഡ്രൈവർ അന്ത്രോസിന്റെ മൊഴി അനുസരിച്ചും ഡ്രൈവർ അന്ത്രോസിന്റെ മൂലവും താനൊക്കെ എന്നാണോ എഴുത്തൂത്ത് പഠിക്കുന്നത്? ഡ്രൈവർ അന്ത്രോസിന്റെ മൊഴി അനുസരിച്ചും ദിവാകരൻ മുതലാളിയുടെ വകയാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. മേൽപ്പടി ലോറിയിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്ന 50 ഗാലൻ സ്പിരിറ്റും മറ്റു സാധനങ്ങളും എഴുതിയോ? മുതലാളിക്കു വേണ്ടി തന്നെ വ്യാജമായി കടത്തിക്കൊണ്ടുവന്നതാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. മേൽപ്പടി ലോറിയെയും അതിലെ സ്ഥാവര ജംഗമ വസ്തുക്കളെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എന്താ രാമൻകുട്ടി, എഴുതി തീർന്നില്ലേ? എഴുതി തീർന്നില്ലേന്ന്? ഇപ്പൊ തീർത്തേക്കാം. നമ്മൾ ലോറി പിടിച്ചത് കാരണം എത്ര പേരാണെന്നറിയാമോ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫോൺ ചെയ്യുന്നത്? ഇനി ആര് ഫോൺ ചെയ്താലും ദിവാകരൻ മുതലാളി ആപ്പിലായത് തന്നെ. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്നത് പോലെയാണ് ലോറി ബിസിനസിനുള്ളിലെ സ്പിരിറ്റ് ബിസിനസ്. നമസ്കാരം ഇൻസ്പെക്ടർ സാർ. എനിക്ക് പ്രൈവറ്റ് ആയി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്കങ്ങ് അകത്തോട്ടിരിക്കാം. യെസ് രാമൻകുട്ടി, ആ ഡ്രൈവറുടെ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് എനിക്ക് അയാളെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് എളുപ്പം കൊണ്ട് മിസ്റ്റർ ബാലേന്ദ്രൻ എന്നെ അത്ര ധൃതി പിടിക്കുന്നത്? അവർ സാവധാനത്തിൽ എഴുതിക്കൊണ്ട് വരട്ടേന്നേ. കമോൺ. ഫിലിപ്പേ, ഈ നേതാക്കന്മാരെ പോലെ ഉള്ളവന്മാരെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വെടിവെച്ച് കൊന്നിട്ട് തല്ലിക്കൊല്ലണം. കൊല്ലിത്തല്ല. എന്താണ് സംസാരിക്കാനുള്ളത്? മിസ്റ്റർ ബാലേന്ദ്രൻ, തുളസിയെ കണ്ടുപിടിച്ചു കൊടുത്തതിൽ ദിവാകരൻ മുതലാളിക്ക് നിങ്ങളോട് അതിരറ്റ ബഹുമാനമാണുള്ളത്. അദ്ദേഹം നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നിപ്പോയി. ഇതാണോ പ്രൈവറ്റ് കാര്യം? അല്ലല്ല, നിങ്ങളെ കുറിച്ച് മിനിസ്റ്ററോട് സംസാരിച്ച കാര്യമാണ് പ്രൈവറ്റ്.
മിനിസ്റ്ററോട് ആ സീനിയോറിറ്റി പോലും നോക്കാതെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണമെന്ന മുതലാളി മിനിസ്റ്ററോട്. സത്യം പറഞ്ഞാൽ മുതലാളിക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ പിന്നെ നേതാവ് വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ആ, ഒരു കാര്യം ഞാൻ മുതലാളിയോട് ഏറ്റിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നു. അയ്യോ, മുതലാളിക്ക് വേണ്ടി പലരും എനിക്ക് ഫോൺ ചെയ്തിരുന്നു. എന്നിട്ട് മിസ്റ്റർ ദാസിനോട് പറയാൻ പോകുന്ന മറുപടിയാണ് ഞാൻ അവരോടും പറഞ്ഞത്. എന്ത് മറുപടി? സ്പിരിറ്റ് ലോറി പിടിച്ചതിനെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത്. മിസ്റ്റർ ബാലേന്ദ്രൻ, തുളസിയുടെ കേസിൽ ദിവാകരൻ മുതലാളിയെ ഒരു രക്ഷകർത്താവായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ ഈ കേസിൽ അയാൾ രാജ്യദ്രോഹിയായ ഒരു ക്രിമിനലാണ്. ഞാൻ പറയുന്നു ഒന്ന് ക്ഷമയോടെ കേൾക്കൂ. ലോറി വാടകയ്ക്ക് കൊടുത്തത് മാനേജരാണ്. ദിവാകരൻ മുതലാളി അത് അറിഞ്ഞിട്ടേയില്ല. പച്ചക്കള്ളം. ആ ഡ്രൈവർ മൊഴി തന്നിരിക്കുന്നത് ദിവാകരൻ മുതലാളിയുടെ മെയിൻ ബിസിനസ് സ്പിരിറ്റ് കടത്തലാണെന്നാണ്. ഇതേ ലോറിയല്ലേ ഇൻസ്പെക്ടർ ജോൺ പിടികൂടിയത്? അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അടുത്ത ദിവസം ഇൻസ്പെക്ടർ ജോണിന് എന്ത് സംഭവിച്ചു എന്നും ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? മിസ്റ്റർ ബാലേന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് പറയാനുള്ളതൊന്നും പറയാറായിട്ടില്ല. തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ട് എടുത്തു ചാടരുത്. നല്ല ഭാവിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ. ചിലപ്പോ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. ഈ കേസ് നിങ്ങൾ സീരിയസ് ആക്കരുത്. Stop it. ഞാൻ ചാർജ് ഷീറ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ശ്ശോ, ഈ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതല്ലേ? അതങ്ങ് വലിച്ചേറി കളയണം, അല്ലാതെ എന്തുവാ? മിസ്റ്റർ, അതിന് എന്നെ കിട്ടുകയില്ല. നിങ്ങൾ പറയുന്നത് എന്റെ മനസാക്ഷിയെ വലിച്ചു കയറാനാണ്. രാഷ്ട്രീയക്കാരന്റെ ബീറ്റ് നോട്ടീസ് അല്ല, പോലീസുകാരന്റെ ചാർജ് ഷീറ്റ്. നിങ്ങൾ ആവേശം കൊണ്ട് എടുത്ത് ചാടരുത്. ക്രിസ്തു ചെരുപ്പന്വേഷിച്ചിട്ടല്ലടോ കുരിശു ചുമന്നത്. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. ഞാൻ മുതലാളിയോട് എന്ത് പറയണം? വിലങ്ങനെ കൈനീട്ടാൻ കാലമെടുത്തെന്ന് പറ. കാലം അടുത്തത് ആർക്കാണെന്ന് നമുക്ക് കാണാം. I say you get out.